തൊട്ടപ്പോഴേക്ക് പോയി. അതെടുത്താ മതി. നഖം പൊട്ടൊന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. സോഡയാണ്. എനിക്കിതിങ്ങനെ വീഡിയോ എടുത്തേ പറ്റൂ. പന്നീർ സോഡ. ഇത് ഗോലിയേ, അത് ഫ്ലേവർ പന്നീർ. അമ്മേ ഞാൻ അങ്ങോട്ട് അപ്പത്തേക്ക് പോയി കുപ്പി പൊട്ടിക്കല്ലേട്ടോ. കൈ നോക്ക. എന്താ പൂജയൊക്കെ ചെയ്യണം. വരും മോട്ടിലൊക്കെ തന്നെ അങ്ങനെ ഇപ്പൊ തിരിച്ചിട്ട് ഇങ്ങനെ നല്ല സിമ്പിൾ ആയിട്ട് തുറക്കാൻ പറ്റണ വേറെ ഇതിലും അമ്മക്ക് വേറെ സിമ്പിൾ ആയിട്ടുള്ള ഇതിലും കുപ്പി. അതെ 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 എന്താ ഫോണുണ്ടല്ലോ. സ്വിച്ച് ഓഫ് ആയി. അമ്മ നീ ഉടച്ചോ? കൈ വേണിക്കണോ? അതോട്ട് കുത്തിക്കോളെ. ഓനാ പെണ്ണോല്ലോ കാട്ട മരുന്നായിരുന്നു. 20 രൂപയ്ക്ക് ഒരു കുപ്പി ബോട്ടിൽ അടിച്ചു മതി വന്നടി. അല്ല ഇങ്ങനെയൊക്കെ അല്ലേ പെണ്ണെവിടെ? എടാ പെണ്ണെവിടെടാ? ഇത് കിട്ടുന്നില്ല. കുടിക്കാൻ അത് കിട്ടില്ല. അത് കിട്ടില്ല. ചോപ്പ് കിട്ടി. എന്നാ അത് ഇല്ല. ഇത് പൊട്ടിക്കില്ല കേട്ടോ. ഞാൻ തന്നെ ഇത് പൊട്ടിക്കും. എന്നിട്ട് എന്താ അത് അലിയോ? അത് അലിയോ? എന്ത് അത് ഗോട്ടി അടി? അതെങ്ങനെ അലിയ? മാർബിളായി. പിന്നെ എന്തായാലും ഗ്യാസ് ഇങ്ങനല്ല, ഇങ്ങനെ ഇത് കുത്തല്ല. ഇത് ഗോളി സോഡ. സോഡ പൊട്ടിച്ചി എന്തായിരുന്നു വരന്നു. കൈ എടുക്ക. കൈ എടുക്കടാ. മേമ വരോ? മേമ പോണേ ട്രെയിന്. നിങ്ങളുടെ കൈ നല്ല ബലല്ലേ? അവിടെ ട്രോളിങ്ങാ. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടില്ലെന്നല്ലോ. കുറച്ചിട്ടോ എനിക്ക് ബാക്കി വീഡിയോ എടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്കാം. വേണ്ട നല്ല നെഞ്ഞ് കയറിയിട്ട്. ഓ ഷിറ്റ്. ആ ഞാൻ മത്തിയൊക്കെ ഗ്യാസ് കുറച്ച് വന്നു. ഇപ്പോഴും പോണില്ല. ഞാൻ കുറച്ചുകൂടി വിളിക്കാം. ആ അതന്നെ. അത് ഞാൻ തന്നെ പൊട്ടിക്കും. എനിക്ക് വീഡിയോ എടുക്കണം.
ஈவினிங் டீ போட்டு வச்சுருக்காங்க குட்டி. மதியம் பாய் பாய். எங்கள் நாத்தனார் சூப்பீட்டில் மதியம் வீடே பார்த்தீங்கன்னா எப்படி இருக்கு பாருங்க. இது இப்போ எங்கள் சித்திலாம் வந்திருக்காங்கல்ல மேமா, அவங்க எடுத்துகிட்டு வந்தாங்க சக்கை. அது தேங்காய் எண்ணெயில் பொரித்து எடுத்துகிட்டு வந்திருக்காங்க. இது ஈவினிங் ஸ்நாக்ஸ்க்கு எடுப்பாங்க, சூப்பராக இருக்கும். இப்போ இதெல்லாம் எங்களுக்கு கேரளாவிலேருந்து பார்சல் ஆகிட்டு வந்திருக்கு. அது எங்கள் மாமியார் ஒரு டப்பாவில் போட்டு வச்சுருக்காங்க. இப்போ எங்கள் நாத்தனாருக்கு டீக்கு கொடுக்கறதுக்கு. இது குழி பணியாரம். இது எங்கள் 3வது மாமியார் செஞ்சு கொடுத்துட்ருக்காங்க. அவங்க இதில் ஸ்பெஷலிஸ்ட்டு. சூப்பராக இருக்குது. நெய்யை நிறைய ஊற்றிருக்காங்க. அவ்வளோ அருமையாக இருக்குது. சாப்பிட செம்ம டேஸ்ட்டு. அப்புறம் கேரளாவிலேருந்து மாங்காய்லாம் வந்திருக்கு. இது வீட்லேயே மாங்காய் இருக்கு இல்லையா, மாங்காய் மரத்துலேருந்து பறிச்சுட்டு வந்துருந்தாங்க. சக்கையும் கொண்டு வந்திருக்காங்க. அதை தான் பாதி கட் பண்ணி சாப்பிட்டுட்டு மீதி இது வச்சுருக்காங்க. ஒரு பிளேட்டில் போட்டு வச்சுருக்காங்க. இது துபாயிலேருந்து வாங்கிட்டு வந்ததா? கல்யாணம் எடுத்தது. இப்போ இவங்க குழந்தை பார்க்க போனால கல்யாணம்.